ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായി. ഇത്രയും വിഭവങ്ങള് ആദ്യമായിട്ടാണ് എന്റെ പെണ്ണുങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. അതായത് ഇതുവരെ ഞാൻ ഉണ്ടാക്കി വന്നില്ല എന്നല്ല, ഉണ്ടാക്കലൊക്കെ ഉണ്ട്, 1-2 ഒക്കെ ഉണ്ടാക്കും. ഇത്രയും മൊത്തത്തില് വിഭവങ്ങള് ജീവിതത്തിൽ ഞാൻ ഇന്നത്തെ ഒരു കറി ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണ് ഇതെന്താ അറിയോ, ഞങ്ങളെ മലപ്പുറം നാട്ടില് തക്കാളി പൊഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ പറഞ്ഞിട്ടാണ് കറി. കഞ്ഞിവെള്ളത്തില് തക്കാളി താളിക്ക പറയും. അത് ഇവിടെ ഞാൻ കണ്ടില്ലത്. ഇത് എളുപ്പപ്പണി മാത്രമേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ തൈര് ഉണ്ടായിരുന്നു, വൈതനങ്ങ പൊരിച്ചിട്ടുണ്ട്, ചിക്കൻ പൊരിച്ചിട്ടുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്, മീൻ അച്ചാർ അല്ല അത് പിന്നെ കൊണ്ടുവന്നാണ്. അത്രക്ക് പോരെ, പിന്നെന്താ വേണ്ടേ? നിങ്ങൾ ബാക്കി ഉണ്ടാക്കണ്ടായിരുന്നു. ജീവിതത്തിലേതൊരാൾക്കും കാമുകി വേണം, ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം. ആ പ്രണയിനിക്ക് നെഞ്ചിനുള്ളിൽ മണിയറ വേണം. എന്തേ ആ പ്രണയിക്ക് നെഞ്ചിനുള്ളിൽ മണിയറ വേണമെന്ന് പറഞ്ഞപ്പോൾ സിനു ഇങ്ങനെ നോക്കിക്ക ഗൈസ്. അങ്ങനെ എന്തായാലും കുറച്ച് ദിവസത്തെ ഒരു ജീവിത രീതി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ഉമ്മല്ലാത്ത കുറച്ച് ദിവസം സിനു ആണ് ഇവിടുത്തെ എല്ലാ കുക്കിങ്ങും ചെയ്യുക. അപ്പോൾ ഉമ്മുള്ള കാലത്ത് സിനു കുക്ക് ചെയ്യില്ലേ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ സിനു കുക്ക് ചെയ്യലുണ്ട്. പക്ഷെ സിനുവിന് മൊത്തം അടുക്കള ഡ്യൂട്ടി എന്താണ്, സിനു അല്ലായിരുന്നു. ഇപ്പം മൊത്തം അടുക്കള ഡ്യൂട്ടി സിനു ആണ്. അപ്പോൾ അടുക്കള ഡ്യൂട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലൈവായിട്ട് പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവും. സംഭവം ഫുഡൊക്കെ വെച്ചത് മാഷാ അല്ലാഹ് നല്ല രസമൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷെ എന്താ അതിൽ പോരായ്മ കൊണ്ട് കുഴപ്പമുണ്ടാവും. പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും ഫുഡ് വെക്കുമ്പോൾ വയറ് നിറച്ച് ഫുഡ് വെക്കണം. ഈ ചായ കുടിക്കയില് ഫുഡ് വെച്ചെടുക്കുക, എന്നിട്ട് ചായ കുടിക്കുന്നല്ല അതിലെന്നെ നമ്മള് ചോറക്കല്. എന്നിട്ട് എന്താ തികയാത്ത്? അതെന്താ വെച്ചാല് ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും നമ്മൾ ഫുഡ് വെക്കുമ്പോൾ ഒരാൾക്കുള്ള ഫുഡ് അല്ലെങ്കിൽ 2 ആൾക്കുള്ള ഫുഡ് എക്സ്ട്രാ വെക്കണം. എന്തിനാ? ആരെങ്കിലും ഒരാൾ ഭിക്ഷക്കാരെന്ന് പറയല്ലോ കേട്ടോ, അല്ലാതെ ഭക്ഷണത്തിന് തേടി വരുന്ന അത്തായ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഫുഡ് മാറ്റി വെക്കണം. ഇത് പേരുള്ളവർക്ക് തന്നെ തികയുന്നില്ല, പിന്നല്ലേ അത്തായ പ്രശ്നക്കാർക്ക്. അതെന്താ അങ്ങനെ വെക്കണേ? തമാശല്ല. എന്നിട്ട് ഓള് ഇവിടെ ഫുഡ് കഴിഞ്ഞിട്ട് ഓള് മക്രോണി തിന്നുക. മക്രോണി കണ്ടിട്ടാണ് ഞാൻ കുറച്ചരി ഇട്ടത്. ഓക്കെ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ചും കൂടി അരി തേങ്ങയിലെന്നല്ല, ഇല്ലാത്ത കേട് ഇവിടെ അല്ലല്ലോ. കുറച്ചധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫുഡ് അത് കഴിച്ചാൽ മതി, കഴിച്ച് തീർത്താൽ മതി. ഈ കഴിക്കണം. അനക്ക് കിട്ടിയൊരു തുള്ളി ചോറ്, ഓള് ചോറ് വെച്ചിട്ട് ഓൾക്ക് ചോറ് കിട്ടിയിട്ടില്ല. എവിടെ കിട്ടിയിട്ട് അനക്ക് ചോറ് കിട്ടിയിട്ടില്ല. വെറുതെ എന്തെങ്കിലും പറയല്ല. ഇവള് ചോറ് വെച്ചെടുക്കുന്നിട്ട് ഓൾക്ക് ചോറ് കിട്ടാതെ ഓള് മക്രോണി തിന്നുക. അതായത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കണം സത്യം കേട്ടോ. അല്ലാതെ ഫുഡ് വെച്ചതൊക്കെ രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹെവി ഫുഡൊന്നും വെച്ചിട്ടില്ല. കാരണം ഈ തക്കാളി താളിപ്പൊക്കെ ഉണ്ടാക്കിക്കണ ഇജ്ജ് ഒറ്റക്ക് തിന്നായി തക്കാളി താളിപ്പ്. ഞാൻ മുരിങ്ങാ താളിപ്പാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, തക്കാളി എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം സത്യം. ഞാൻ എന്നിട്ട് കുറച്ച് മോരൊക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി ഫുഡ് വല്ലാതെ കഴിച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് ഭയങ്കര വിശപ്പ്. നോക്കുമ്പോ ചോറും പാറ്റത്തിൽ കുറച്ച് ചോറ് വെച്ചത്. അല്ലെങ്കിൽ ചോറ് വാഴ്പിന്റെ അടുത്ത കാണാൻ ഒക്കെ ഇങ്ങോട്ട് തന്നെ ഇടണേ. എന്ത് അങ്ങനെയാണ് അല്ല ഞാൻ പറയാ, സംഭവം വെച്ചതൊക്കെ അടിപൊളി കഴിക്കണം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തന്നെയാ. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. വേസ്റ്റ് ആക്കണ്ട, തികയണല്ലോ ഒരു മനുഷ്യന്. വേസ്റ്റ് ഇതേപോലെ അത്താഴ പ്രശ്നക്കാർക്ക് തികയണില്ല. ഇവിടെ ഉള്ളവർക്ക് തന്നെ തികയണില്ല. എന്നിട്ടല്ല അത്താഴ പ്രശ്നക്കാർക്ക് ഇനി നാളെ ഫുഡ് വെക്കുമ്പോ കുറച്ച് അധികം വെച്ചത് കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ട്. ഞാനിപ്പോ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യന് വയറ് നിറച്ച് കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കണം. മമ്മൂട്ടി പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കണേ? ആഹാരം പോലെ ഭക്ഷണം അല്ല മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ എന്തോ പറയൂ. പക്ഷെ ഇത് അതിന് യോജിക്കൂല. പക്ഷെ എന്തെങ്കിലും അറിയണമല്ലോ. മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാല് ആഹാരം പോലെ
മരുന്ന് പോലെ ആഹാരം കഴിച്ചാല് ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇത് മരുന്ന് പോലെ കിട്ടണല്ലോ, നല്ല ആഹാരം പോലെ ആക്കാൻ പറ്റിയ. എന്താ ഈ വീട് ഇതായിക്കോലല്ലോ, കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ജീവിതം വെറും തന്തവൈബായി ഗൈസ്. ഇന്റെയൊക്കെ പ്രായത്തില് ചെക്കന്മാര് അടിച്ചു പൊളിച്ച് നടക്കുക. ഞാനിപ്പോഴും കുട്ടിയുടെ പമ്പേഴ്സ് മാറ്റി ചന്തയാക്കി നടക്കുക. ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ സത്യം പറയട്ടെ, ഇപ്പോഴൊക്കെ കുറെ ഡെവലപ്പ് ആയിക്കിട്ട് ഗൈസ്. ഇപ്പൊ എന്താ വെച്ചാൽ കുട്ടിയുടെ ചന്തയിൽ കൊടുക്കുമ്പോ ഞാൻ ഇന്ത്യ പറ്റുന്നില്ലേ, അങ്ങനെയല്ല. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെറുപ്പം മുതലേ ഞാൻ ആരും ചന്തൊന്നും കൈ കൊടുത്തിട്ടില്ല. ഇച്ചിപ്പോ നേരെ കഴിക്കുന്നില്ല. അപ്പൊ അണക്ക് ഈ കണ്ടിന്യൂ ചെയ്താ പോരെ. ഇവള് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവള് കൈ കൊടുക്കും, അല്ലെങ്കിൽ ഇന്നേ കൊണ്ട് തന്നെ അവൾക്ക് കൈക്ക് ഇപ്പൊ കാണാം. കുഴപ്പമൊന്നുമില്ല, അവനാന്റെ കുട്ടിയാണ്, ചന്ത കൊടുക്കാൻ മടിയൊന്നും ഇല്ലായിട്ടില്ല. എന്നാലും ഒരു ഇനിയിപ്പോ രണ്ടും മൂന്നൊക്കെ ആവുമ്പോ ശരിയാവട്ടോ. മടിയാനൊന്നല്ല, ഞാൻ അതിനെ കുളിപ്പിച്ചു കൊടുക്കും, ഞാൻ പമ്പേഴ്സ് മാറ്റി കൊടുക്കും, പമ്പേഴ്സ് ഊരിക്കും. ഈ ഒരു കാര്യം മൈത്തലും നടക്കും. ഞാൻ കുളിക്കുമ്പോൾ എന്റെ കുട്ടിയെ ഞാൻ കുളിപ്പിക്കല്, ഞങ്ങൾ ഒരുമിച്ച കുളിക്കല്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അതിനെ വൃത്തിക്ക കുളിപ്പിക്കുമ്പോൾ എന്താ കാട്ടുന്ന ബക്കറ്റിൽ മുക്കിയിട്ടുണ്ട് കൊണ്ടുവരും. അത് കുളിയല്ല. എന്നിട്ട് എന്താക്കും, അതിനെ കൊണ്ടുപോയിട്ട് ആ കോസറ്റുമ്പോ കൊണ്ടുപോയിടുകയും ചെയ്തു, അതിന് ചുണ്ട് പൊട്ടുകയും ചെയ്യും. ആ കിജല്ല ചെയ്ത് ഇത് തല കാത്തിക്കണേ. ഞാൻ ഇന്നേ വരെ അതിന് വീഴ്ത്തിയിട്ടില്ല, അറിയോ? പറയാം ഇക്കങ്ങൾ എന്താ എന്റെ ചാനലിലേക്ക് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞപ്പോ ഞാൻ ചാനൽ ഇട്ടിട്ട് ഓളെ ചാനലിൽ ഓളെ തന്നെ കുറ്റം പറയാൻ വിചാരിച്ച്. കാര്യങ്ങൾ പറയണല്ലോ അല്ലേ? എന്താ ഞാൻ എന്റെ പ്രശ്നം എന്താണ്? പനിയാണ് കഴിച്ച്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ആരും ഇല്ലാത്ത ജീവിതം ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോവാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്, തികയില്ല എന്നുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കഴിച്ചതുമില്ല, ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോൾ തികയുണ്ട്. ഞാൻ എനിക്ക് മക്രോണി ഉണ്ടായോണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് അരി ഇട്ടത്. കുറച്ച് അരി ഇട്ടത് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരാൾക്ക് എത്ര തിന്നാണ്ടാവുന്നത്. എന്നിട്ട് പറഞ്ഞു വേണോ ചോറ്, എന്നിട്ട് ഇങ്ങനെ ചെമ്പട്ടി ഇങ്ങനെ ഇളക്ക്. ഇന്നാണെങ്കിലോ ഹർത്താലായിട്ട് ഒരു ഹോട്ടൽ പോലും ഇല്ല. വെറുതെ മുണ്ടാൻ പറ്റും ഇവിടെ മനുഷ്യന്. ഒരു ഹോട്ടൽ ഇന്നില്ല ഗൈസ്. എന്തായാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കൂടുതൽ അടിപൊളിയായിട്ട് സൂപ്പർ പാചകക്കാരിയാണ്. അതുകൊണ്ടാണ് സിനൂസ് കിച്ചൺ തുടങ്ങി കൊടുത്തത്. പക്ഷെ ആൾക്കാർക്ക് തേങ്ങില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അത് അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ കുട്ടി അത് അടിയിൽ കൂടെ പോകുന്നു, അതിന് പിടിക്ക് അലേഹ അങ്ങോട്ട് പോകണ്ടേ പൊന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വരും വീഡിയോസിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പർച്ചേസിന് പോകണം. മറ്റന്നാൾ സിനുവിന്റെ വീട്ടുകാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റേ ഉണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ കഴിഞ്ഞ് നേരെ കിലോപ്പിയിൽ പോകും. കിലോപ്പിയിൽ നിന്ന് നേരെ ചക്കര കുട്ടിനെ ബേബിനെ കാണാൻ വേണ്ടി പോകും. ഇത്രയും ദൂരത്താവുകൊണ്ടാട്ടോ നമ്മൾ എപ്പോഴും പോയി വരാത്തില്ലേ. ഇവിടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുവരാം. ഇത് ഇവിടുന്ന് പോകണമെങ്കിൽ 2 മണിക്കൂർ വേണം. അപ്പോൾ പിന്നെ ഇവിടെ പെരയിൽ ആരുമില്ല, പെരയിൽ പണിക്കാരും ഇല്ല, പിന്നെ അവിടെ ഒരുപാട് എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പം എന്തായാലും കുട്ടിയൊക്കെ പുറത്ത് വന്നല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരും പോടെ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൽക്കോലെ സമാധാനത്തിൽ ഇങ്ങനെ നിന്നോട്ടെ അല്ലേ. ചികിത്സക്ക് പോയതല്ല, അപ്പോൾ പിന്നെ നമ്മളവിടെ നമുക്ക് സുഖചികിത്സക്ക് പോകണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ സുഖചികിത്സക്ക് പോകുന്ന സ്ഥലം സെറ്റ് സ്ഥലമാണല്ലേ. ഓല് പോയത് സെറ്റ് സ്ഥലം എന്നല്ല, താരതമ്യമല്ല. പക്ഷെ ഞങ്ങള് പോകുന്നത് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു അല്ലേ, അത് ഞാൻ വഴിയെ ഇൻഷാ അല്ലാഹ് ഇട്ട് തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 40 ദിവസം 50 ദിവസം ഒരു വർഷമൊക്കെ ആണെങ്കിൽ നിൽക്കാൻ പറ്റിയ അത്രയും മൈൻഡ് സെറ്റ് ഉള്ളൊരു സ്ഥലത്താണ്. എന്തായാലും അത് അതിന് ടൈമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു വെക്കല്ല, ഇനി ഇൻഷാ അല്ലാഹ് ടൈം കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സിനുവിന് എത്ര മന്തായി എന്നൊക്കെ ചോദിച്ചവരുണ്ട്. നിനക്ക് എത്ര മന്തായി സിനു? 6 മാസം തുടങ്ങി അല്ലേ. ഇനി എത്ര ദിവസം ഇന്ത്യയിൽ ഒരു പ്രഗ്നൻസിന്റെ ഒരു സാധനം കയറ്റി തന്നിക്കണേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടത്രേ. എന്തായാലും അറിയാം അതിൽ ഇത്ര വീക്ക്, പിന്നെ എന്താണ് റംബുട്ടാൻ്റെ അത്ര വലുതാവും, പിന്നെ അവക്കാഡോൻ്റെ അത്ര വലുതാവും, അങ്ങനെ കുട്ടീൻ്റെ വലിപ്പം അങ്ങനെ കാണിക്കത്രേ ഫ്രൂട്ട്സിൽ. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർക്ക് എന്താണ് വർക്ക് ഏരിയയിൽ അടുപ്പുണ്ടാക്കാത്തതെന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വർക്ക് ഏരിയയിൽ നമ്മൾ അടുപ്പില്ല. അടുപ്പുണ്ടാക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പുള്ളതും ഗ്യാസ് ഉള്ളതൊക്കെ ഒരുപോലെ തന്നെയാണ്. അടുപ്പാകുമ്പോൾ പിന്നെ
വിറക് വരെ ഇനി വേറെ ഉണ്ടാക്കണം, വിറക് കൊണ്ടുപോയിടണം, അത് ഏറ്റണം, അതിന് നല്ലൊരു കുറ്റി ഗ്യാസ് വേണം. ആ അപ്പോൾ പുക നമുക്ക് ബാക്കിലേക്ക് സ്ഥലം കുറവാണ്. അപ്പോൾ പിന്നെ അടുപ്പ് ഉണ്ടാക്കിയാലും പുക നമ്മുടെ ഈ വൈറ്റ് കിച്ചണിൽ അടിക്കുവെച്ചിട്ടാണ് ഞങ്ങൾ അടുപ്പ് ഉണ്ടാക്കാതിരുന്നത്. പിന്നെ നമ്മുടെ താഴത്തെ പെരയിൽ ഇപ്പോൾ ഒരു കുറ്റി ഗ്യാസും അതിൻ്റെ സ്റ്റൗവൊക്കെ വെറുതെ ഇരിക്കുക, അവിടെ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ സ്റ്റൗവും ഗ്യാസും ഇവിടെ കൊടുന്ന് വെച്ചാൽ പോരെ. ഓക്കെ, ഏതായാലും വിറകിന് പൈസ കൊടുക്കുന്നത് ഗ്യാസും കുറ്റി പൈസ കൊടുത്താൽ പോരെ. അങ്ങനെ ചിന്തിച്ചിട്ടാണ്. പിന്നെ ഇത്ര പുകയുണ്ടാവില്ല, കുറേ മല്ലിക്കെട്ടും വേണ്ട, മഴക്കാലത്ത് കത്താത്തൊരു കേടും ഉണ്ടാവില്ല. പിന്നെ അടുപ്പിൻ്റെ ഉപയോഗം അടുപ്പിന് കിട്ടും, ഗ്യാസിൻ്റെ ഉപയോഗം ഗ്യാസിനും കിട്ടും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മളത് ചെയ്യാത്തത്, വെക്കാത്തതും. പിന്നെ അടുപ്പാകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസും കാര്യങ്ങളും കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സിമ്പിളാക്കിയിട്ട് ചെയ്തതാണ്. ഭാവിയിൽ എടുക്കണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഈ വൈറ്റ് കിച്ചൻ്റെ ഇതൊക്കെ മാറും എന്നുള്ളതുകൊണ്ട്, കാരണം പുക ഉള്ളിലോട്ട് വന്നാൽ നമ്മൾ അത്രയും പൈസ ഇറക്കിയ സാധനങ്ങളൊക്കെ നശിച്ചു പോകും ഗൈസ്. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. സിനു ഞാനും കുട്ടിയും ഒറ്റക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിനുവിനെ കുറ്റം പറഞ്ഞൊന്നും ആരും വിചാരിക്കരുത്. ഓൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഓളുടെ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഓൾക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു ഫുഡ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ. അതിനൊരു കാരണം കൂടി ഉണ്ട്, നമ്മളിപ്പോൾ പറയുന്നില്ല അല്ലേ. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും എല്ലാവർക്കും.